let's turn our attention to the book of Peter, Epistle of Peter, second Epistle of Peter, chapter 1, verses 1 onwards. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. So this epistle is addressed to a group of people who have the same faith that the apostles had, a faith of equal standing with the apostles. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ ലേഖനങ്ങൾ പലതും എഴുതപ്പെട്ടിരിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിളിനാണ്, അതായത് ഒരേ തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. 1 കൊരിന്ത്യ ലേഖനം, ഫസ്റ്റ് കൊരിന്ത്യൻസ് വാസ് ഫോർ ഇമ്മച്യൂർ ക്രിസ്ത്യൻസ്, പാല് കുടിക്കുന്ന സാധാരണ വിശ്വാസികൾക്കുള്ളതായിരുന്നു ഫസ്റ്റ് കൊരിന്ത്യൻസ്. അങ്ങനെ ചില അധ്യായങ്ങൾ, ഓരോ അധ്യായത്തിന്റെയും ആദ്യം ഇത് ആർക്കുള്ളതാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന പത്രോസിന്റെ ലേഖനം എഴുതിയിരിക്കുന്നത് those who have a faith that's of equal standing with that of the apostles, അപ്പോസ്തലന്മാരുടെ വിശ്വാസവുമായി അതേപോലെയുള്ള വിശ്വാസമുള്ളവർക്ക് വേണ്ടി എഴുതുന്നത്. അപ്പോൾ അപ്പോസ്റ്റലിക് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു യുണീക്ക് ഫെയ്ത്ത് ആണ്, ഒരു പ്രത്യേകതയുള്ള വിശ്വാസമാണ്. അത് ലോകത്തിൽ വേറൊരു മതത്തിലുള്ള വിശ്വാസമല്ല, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോസ്റ്റലിക് ഫെയ്ത്ത്. വാട്ട് ഫെയ്ത്ത് ദ അപ്പോസ്റ്റൽസ് ഹാഡ്, എന്ത് വിശ്വാസമാണ് അപ്പോസ്റ്റലന്മാർക്ക് ഉണ്ടായിരുന്നത്? ആ വിശ്വാസം ഈസ് യുണീക്ക്. ആ വിശ്വാസം ഉള്ളവർക്കാണ് പത്രോസിന്റെ ലേഖനം. 2 ലേഖനങ്ങളും അങ്ങനെയാണ്. 2 ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഫോർ ദോസ് ഹു ഹാവ് എ സ്പെഷ്യൽ ഫെയ്ത്ത്. 1 പത്രോസ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നതെന്ന് 1 പത്രോസിൽ നോക്കുമ്പോഴും അതുപോലെ തന്നെ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക്. അവിടെ കുറച്ചേറെ കാര്യങ്ങൾ വെച്ച് ആ വിശ്വാസികളെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. Saints who are scattered and who are dispersed and who are in exile, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഫസ്റ്റ് പീറ്റർ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് എക്സൈലിലുള്ളത്? ആരാണ് പിൽഗ്രിം? ആരാണ് ശരിക്കും പരദേശി? പരദേശി ആരാണെന്നുള്ളതിന് പൗലോസ് പറയുന്ന ഉത്തരം നാം ശരീരത്തിൽ ഇരിക്കുന്ന കാലത്തൊക്കെയും പരദേശികളാണെന്നാണ്. ഈ ശരീരത്തിൽ വസിക്കുന്ന ഈ കാലഘട്ടം പരദേശവാസമാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകൾക്കാണ്. We are here only for a short period of time. We are in exile and we are scattered. See, only those people who understand our status in this world, this epistle is meant for them. അതുപോലെ തന്നെ 2 Peter and 1 Peter, both of these epistles are written to saints who are on their race to perfection, not for primitive believers, but for serious people who are out to run that race to perfection. അപ്പോൾ 1 പത്രോസ് ആർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്നു? അത് ആ തികവുള്ള ഓട്ടം ഓടുന്ന, പരിജ്ഞാന പൂർത്തിക്ക് വേണ്ടി ഓടുന്ന, പരിജ്ഞാനത്തിലേക്ക് ഓടുന്ന, ഈ ലോകത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് ഓടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് പത്രോസിന്റെ ലേഖനം. 2 ലേഖനങ്ങൾ. 1 പത്രോസിൽ എഴുതിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ ഫോർനോളജ് ഓഫ് ഗോഡ് ദ ഫാദർ ഇൻ ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സ്പിരിറ്റ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ 1 പീറ്ററിന്റെ ചാപ്റ്റർ 1 ആൻഡ് 2 പീറ്ററിന്റെ ചാപ്റ്റർ 1 പരസ്പര പൂരകങ്ങളാണ്. They complement each other. You read chapter 1 of 1 Peter and then you go on reading chapter 1 of 2 Peter. You understand 1 Peter well. എന്താണ് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും 2 പീറ്റർ 1-ാം അധ്യായം നൽകുന്നത്. 1 പീറ്റർ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. ഈ അനുസരണം എന്ന വാക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാക്കാണ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. We all know that we need to obey the Lord. There's no doubt about that. But have you obeyed the Lord? How far? എന്തു മാത്രം? How far is obedience possible? എന്തുമാത്രം അനുസരണം നമ്മളെ കൊണ്ട് സാധിക്കും?
if you are looking at obedience as particular acts that we do in reverence to God, ദൈവത്തോടുള്ള ബഹുമാന നിമിത്തം നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളായിട്ട് നമ്മൾ ഒബീഡിയൻസിനെ കണ്ടാൽ, ഐ എം സർട്ടൻ ദാറ്റ് വി ഓൾ ഹാവ് ഫെയിൽഡ്. നമ്മളെല്ലാം തോറ്റുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മൾ പലപ്പോഴും അനുസരണത്തെ നോക്കുന്നത് ഇൻഡിവിജ്വൽ കൽപ്പനകളുടെ ഒബീഡിയൻസ് ആയിട്ടാണ്. അപ്പോൾ if you are looking at obedience as practicing of individual commandments, we will fail, because ന്യൂ ടെസ്റ്റാമെന്റിലെ പുതിയ നിയമത്തിലെ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് us. നമ്മുടെ ജഡത്തിന്റെ കപ്പാസിറ്റിക്ക്, നമ്മുടെ ശരീരം കൊണ്ട് ഈ ലോകത്ത് വസിക്കുമ്പോൾ നമുക്ക് നമ്മളാൽ കഴിയുന്നതിന് അപ്പുറത്താണ് പുതിയ നിയമത്തിന്റെ നീതിയുടെ റിക്വയർമെന്റ്. അപ്പൊ അനുസരണം എങ്ങനെ ഉളവാക്കാം? How can a saint be made to obey? അത് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് faith, obedience of faith എന്നാണ്. വിശ്വാസത്തിന്റെ അനുസരണം, obedience of faith. വിശ്വാസം അനുസരണമായി മാറുന്നു. Faith becomes obedience, or obedience comes out of faith. അത് റോമാലേഖനം 1-ാം അധ്യായത്തിലുണ്ട്, 16-ാം അധ്യായത്തിലുണ്ട്. Paul begins with the idea and ends the epistle with the same idea, obedience of faith. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഇൻഡിവിജ്വൽ കൽപ്പനകളെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അനുസരിക്കുന്ന ഒരു ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്നല്ല പുതിയ നിയമ അനുസരണം ഉണ്ടാകുന്നത്. പുതിയ നിയമ അനുസരണം ഉണ്ടാകുന്നത് ഒരു ഫെയ്ത്തിൽ നിന്നാണ്. ഫെയ്ത്ത് പ്രൊഡ്യൂസസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഒബീഡിയൻസ്. മനുഷ്യർക്ക് അസാധ്യമായ, മനുഷ്യരുടെ ജഡത്തിന് സാധിക്കാത്ത ഒരു അത്യപൂർവമായ അനുസരണത്തിലേക്ക്, ഒരു സ്പെക്ടാക്കുലർ ഒബീഡിയൻസിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം. ഇതാണ് 2 പത്രോസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഫെയ്ത്ത് ഈസ് എ യുണീക്. അപ്പോൾ അനുസരണമായി മാറാൻ കഴിവുള്ള ഫെയ്ത്തും അനുസരണമായി മാറാൻ കഴിവില്ലാത്ത ഫെയ്ത്തും ഉണ്ട്. ഫേക്ക് ഫെയ്ത്ത്, അതായത് കൗണ്ടർ ഫീറ്റ് ഫെയ്ത്ത്, ശരിയല്ലാത്ത വിശ്വാസം, അനുസരണത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കൽപ്പനകൾ തെരഞ്ഞെടുത്ത് അത് അനുസരിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം faith is not sufficient to bring about obedience. So what do? We add obedience and we get a very bad perspective about salvation. വിശ്വാസം പ്ലസ് അനുസരണം അല്ല രക്ഷ, വിശ്വാസം മാത്രമാണ്. ബട്ട് ഏത് വിശ്വാസം? അനുസരണം ഉളവാക്കുന്ന വിശ്വാസം. അനുസരണം is not added separately to faith, but അനുസരണം comes, obedience comes as a result of faith, from faith. That faith. Righteousness comes from faith and for faith. വിശ്വാസത്താലും വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസം ഹേതുവായും വെളിപ്പെടുന്ന ഒരു നിയമം. I know it's a little bit tough to understand, but I will try to explain what's this sanctification of the Spirit that brings about obedience. How are we sanctified internally so that we start obeying the Lord? അപ്പോൾ obedience എന്ന് പറയുന്നത് ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യുകയും അത് ദൈവം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. So in sanctification, a saint produces good works not from his flesh but from faith or from his sanctified state. വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ അവൻ ഉണ്ടാകുന്ന ഹൃദയത്തിലെ മാറ്റങ്ങളിൽ നിന്നാണ് അവന് അനുസരണം ഉണ്ടാകുന്നത്. It's a character change, it's a nature change. It's not just individual distinct acts of obedience. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതുണ്ട്. റോമാലേഖനം, പത്രോസിന്റെ ലേഖനം പറയുന്നത് സ്പിരിറ്റിൽ നിന്നുള്ള ഒബീഡിയൻസ്, വിശുദ്ധീകരിക്കുന്ന ആത്മാവ് നമ്മളിൽ ഉളവാക്കുന്ന അനുസരണം. അപ്പോൾ ഒരു ഒബീഡിയൻസ്, ദൈവത്തിന് പ്രസാദമായ ഒരു അനുസരണം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നാം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിക്കണം. We need to be sanctified by the Spirit. ഏതെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ ഇടാം കേട്ടോ. കാരണം I can go through. If you don't understand what I'm saying, need some clarification, you can just scribble down on that chat section. Okay.
അപ്പോൾ 2 പത്രോസിലേക്ക് വരുമ്പോഴേക്കും ആ വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഫെയ്ത്ത് എന്താ, അതിന്റെ വിശദീകരണമാണ് നമ്മൾ 1-ാം വാക്യത്തിൽ വായിച്ചത്. എന്താണത്? അപ്പോസ്തലന്മാർക്കുണ്ടായ അതേ വിശ്വാസം, the faith that's of equal standing with that of the apostles. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ആ വിശ്വാസം എന്താണെന്ന് എക്സ്പ്ലെയിൻ പല പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. I will try to briefly mention what it is. എന്താണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം? ആ വിശ്വാസം സിമ്പിൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: I died with Christ when Christ died on the cross. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ അവന്റെ കൂടെ മരിച്ചു. ഇറ്റ് ഇസ് നോ ലോങ്ങർ I, ഞാനല്ല, ഇറ്റ്സ് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് നോ ലോങ്ങർ I, ഞാനല്ല. അപ്പൊ ഫെയ്ത്ത് എനിക്ക് തരുന്ന എന്താണ്? എന്റെ മരണം, എന്റെ പിൻവാങ്ങൽ, മൈ വിത്ഡ്രോവൽ, എന്റെ ആശ്രയം ഉപേക്ഷിക്കൽ, ഞാൻ എന്നെ തന്നെ വേണ്ട എന്ന് വെക്കൽ. അത് വലിയ പാടാണ് നമുക്ക്. ബിക്കോസ് വി ആർ ഗുഡ് പീപ്പിൾ. നമ്മൾ ഒത്തിരി സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. വി ആർ ഡൂയിങ് സം ഗുഡ് വർക്ക്സ് ഓൾസോ, സ്പിരിച്വൽ വർക്ക്സ്. അത് നമ്മളതിൽ ആശ്രയിക്കും കുറച്ച് നീതി ലഭിക്കാൻ വേണ്ടി. ബട്ട് ട്രൂ ഫെയ്ത്ത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അവർ എബിലിറ്റി ഓർ അവർ വർക്ക്സ്. ഇൻസ്റ്റെഡ് ഇറ്റ് കൺഫെസസ് അവർ ഡെത്ത്. നമ്മുടെ മരണത്തെയാണ് അത് കൺഫെസ് ചെയ്യുന്നത്. ഐ ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഈ മരണത്തെ നമ്മളില്ല. പിന്നെ ഫെയ്ത്തിലില്ല. റിയലി ഉണ്ട്, പക്ഷെ ഇൻ ഫെയ്ത്ത് ഐ ഡോണ്ട് എക്സ്പീരിയൻസ് മൈസെൽഫ്. ഐ ഡിനൈഡ് മൈസെൽഫ്. ഇതാണ് കർത്താവ് പറഞ്ഞ ഡിനയൽ. ഡിനയൽ എന്ന് പറയുന്നത് രാവിലെ എഴുന്നിട്ട് ഞാൻ ഇല്ല എന്ന് പറയുന്നതല്ല. ഐ ബിലീവ് ഇൻ ദ ഹെവൻലി ഡിവൈൻ ഫാക്ട് ദാറ്റ് ക്രൈസ്റ്റ്, വെൻ ക്രൈസ്റ്റ് ഡൈഡ്, ഐ ഡൈഡ്. യേശുക്രിസ്തു ആ കൂടെ ഞാൻ മരിച്ചോ? അത് റിയലി ഞാൻ ചുമ്മാ അങ്ങനെ വിശ്വസിക്കുന്നതാണോ, അതോ റിയലി അത് സംഭവിച്ചോ? റിയലി അത് സംഭവിച്ചെന്നാ ബൈബിൾ പറയുന്നത്. ബൈബിൾ says it really happened. When Christ died on the cross, I died with him. Judicially, my death was removed. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണം അത് എനിക്ക് പകരമായിരുന്നു, എനിക്ക് വേണ്ടിയായിരുന്നു. എന്റെ മരണത്തെ നീക്കി കളയാൻ വേണ്ടിയായിരുന്നു. ഞാൻ ആണ് മരിച്ചത്. ഐ ഡൈഡ്. എവിടെ എഴുതിയിരിക്കുന്നത്? 2 Corinthians chapter 5 verse 14. 2 Corinthians chapter 5 verse 14. I shall read. 2 Corinthians 5:14 ഈ യേശുക്രിസ്തുവിന്റെ കൂടെയുള്ള മരണം, എങ്ങനെയാണ് നമ്മൾ മരിച്ചത് എന്ന് എക്സ്പ്ലെയിൻ. Okay, 1 second. 2 Corinthians chapter 5 verse 14. I shall read. For the love of Christ controls us. This is English Standard Version. The love of Christ controls us. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്നു. എന്തുകൊണ്ട്? നേരത്തെ പാപമാണ് ഞങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങൾ. എന്തുകൊണ്ട്? Because we have concluded this. ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇത് സംഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ ഒരു ഉറപ്പിന്മേൽ എത്തിയിരിക്കുന്നു. എന്താണത്? That one has died for all. ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ, therefore all have died. എല്ലാവരും മരിച്ചു. അപ്പൊ ഇനി എന്നെ നിയന്ത്രിക്കുന്ന ഞാനല്ല. I died. When Christ died, all died in him. All who believed. ഇതൊരു ജുഡീഷ്യൽ മരണം എന്റെ കഴിഞ്ഞുപോയി. കാരണം സ്വർഗത്തിൽ ഇനി ചേസ് ജോസഫ് എടുത്തു കഴിയുമ്പോൾ കാരണം ഓൾറെഡി മരിച്ചതാണ്. That's the receipt. We pay and we get a receipt. Just like that, Jesus paid my debt and got a receipt. A receipt എന്റെ പേരിലാണ്. I died. I don't have to pay anymore, anything more. അപ്പൊ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പണന്റ് എന്ന് പറയുന്നത്, when Christ died, I died. My punishment is taken away. I don't have to die any longer. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചുവെങ്കിൽ അതൊരു വെറും ഒരു പ്രസ്താവന മാത്രമല്ല. I participate in his death, moment by moment, day by day, in every temptation, every trial. ഓരോ സമയത്തും I participate in his death. I die with him. I experience that death with him. ഞാൻ മരിക്കും.
എന്നാൽ അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നമ്മൾ ഏകീഭവിച്ചവരായാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. That means I identify myself with the death of Christ, and at the same time I can identify myself with the resurrection also. We can live by the power of resurrection if I confess my death with Christ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും Christ becomes my substitute, and that's a divine blessing. എനിക്ക് എല്ലായിടത്തും കർത്താവ് എനിക്ക് പകരക്കാരനായി ഉണ്ട്. Because I no longer lives, Christ lives for me. When I'm preaching to you, I have my substitute with me, for me. I died. എന്റെ ഇഷ്ടങ്ങൾ മരിച്ചു. I don't want any of you to appreciate me. I died. A dead man does not need appreciation, congratulations, reverence. He does not need anything. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരുടെയും ബഹുമാനമൊന്നും വേണ്ട, ആരുടെയും നന്ദിയും വേണ്ട, ആരുടെ അംഗീകാരം വേണ്ട. I died. Did you die? നിങ്ങൾ മരിച്ചോ ക്രിസ്തുവിന്റെ കൂടെ? പിന്നെ പരാതികളെല്ലാം അതോടെ തീരും. മരിച്ചയാൾക്ക് എന്ത് പരാതി? മരിച്ചയാൾക്ക് എന്ത് പരാതി? ആരെക്കുറിച്ചും പരാതിയില്ല. Because I died. ശരിക്കും ഫെയ്ത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് apostolic faith controls us. Faith gives us this assurance that I no longer have to be a slave to sin. ഞാൻ പാപത്തിന്റെ ഒരു അടിമയായിരിക്കേണ്ട കാര്യമില്ല. Because that sinful old man has died. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങേണ്ട ഒരു കാര്യമാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. Romans chapter 6 verse 6 and 7. We know that our old self was crucified. Was crucified with him. With whom? With Christ. When he was crucified, our old flesh self was also crucified with him, in order that the body of sin might be brought to nothing. We had body control us. നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു പാപജഡം ഉണ്ടായിരുന്നു. ആ പാപജഡത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ക്രൂശിക്കപ്പെട്ടു. It happened when he died. It was with him I was crucified. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ക്രിസ്തുവിന്റെ കൂടെയാണ് ഞാൻ ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ഒരിക്കൽ മാത്രമേ യാഗം കഴിച്ചിട്ടുള്ളൂ, ഒരിക്കൽ മാത്രമേ ക്രൂശിൽ മരിച്ചിട്ടുള്ളൂ. ആ മരണത്തിനകത്താണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഐ വാസ് നോട്ട് ബോൺ അറ്റ് ദാറ്റ് ടൈം. എനിക്ക് ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ എന്നെ അവൻ ആ മരണത്തിൽ പങ്കാളിയാക്കി മാറ്റി. സോ ഐ ക്യാൻ നൗ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഡൈഡ്. I don't have to die anymore. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, so that we would no longer be enslaved to sin. നമ്മൾ ഇനിയും പാപത്തിന് അടിമയാകാതിരിക്കാൻ തക്കവണ്ണം. അടുത്ത വാക്യം, for one who has died has been set free from sin. മരിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇനി പാപം ചെയ്യേണ്ട കാര്യമില്ല. That's all. അപ്പൊ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്കൊരു മരണം ആവശ്യമായിരുന്നു. കാരണം we had a sin nature. We had a sin nature. ആ പാപത്തിന്റെ ശമ്പളമായ മരണം നമുക്ക് ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ഫെയ്ത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ I usually say this example when I explain this death. When Christ died, I died with him. And Christ died on the cross 2000 years back. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു. I know it. We all understand that. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വൺ തീഫ് ഡൈഡ് ഓൺ വൺ സൈഡ് ആൻഡ് അനദർ ഓൺ അതർ സൈഡ്. അവിടെ 3 പേര് മരിക്കുന്നതാണ് റെക്കോർഡിലായിട്ടുള്ളത്. ബട്ട് വി നോ വൺ തിങ്, ആ നടുക്കത്തെ ക്രൂശിൽ എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. ബിക്കോസ് വി വർ ഇൻ ഹിം വെൻ ഹി ഡൈഡ്. അപ്പൊ ഞാൻ ശരിക്കും മരിച്ചോ? നമുക്ക് നോക്കുമ്പോൾ നമ്മളെ മരിച്ചായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ? നമ്മൾ പഴയ എല്ലാ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് ചാട്ടി വരുന്നില്ലേ? വരുന്നില്ലേ? അപ്പൊ നമ്മൾ മരിച്ചെന്ന് എങ്ങനെ വിശ്വസിക്കും? Most of the time we struggle with this. We have this old man creeping up again and again, making all sorts of mischievous things. ആ തല്ലിപ്പൊളിയായ പഴയ ജഡം വീണ്ടും വീണ്ടും നമ്മളിൽ കാണാം. നമുക്ക് ദേഷ്യം വരുന്നത്, ബഹളം വയ്ക്കുന്നത്, അല്ലേ? അതൊക്കെ തീർന്നോ നിങ്ങൾക്ക്? അപ്പൊ കാഴ്ചയിൽ നോക്കിയാൽ we see everything there, the old thing there.
പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? വിശ്വാസത്തിൽ നോക്കുവാണ്. അപ്പോൾ വിശ്വാസത്തിൽ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസത്തിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നത് ഞാൻ മരിച്ചതാക്കാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെ നോക്കണം? വിശ്വാസത്തിൽ നോക്കണം. ഞാനില്ല എന്ന് കാണണമെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ നോക്കണം. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ ഞാൻ വിശ്വാസത്തിൽ നോക്കി കഴിയുമ്പം എനിക്ക് പുതിയ വീട് വരുമല്ല ചെയ്യുന്നത്, ഞാനില്ലാതായി കർത്താവ് പകരം ജീവിക്കുക ചെയ്യുന്നു. എന്നെ തന്നെ ത്യജിച്ച് ക്രിസ്തുവിന്റെ ക്രൂശെടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ പോകുന്നു. ന്യൂ ലൈഫാണ്. The old thing passes away. ഓക്കെ, അതാണ് അപ്പോസ്റ്റലിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഇതെല്ലാം. എനിക്കിത് കാണാൻ പറ്റത്തില്ല. ക്രൈസ്റ്റ് died, I died, I didn't know, I didn't see. When I look into myself, I don't see my dying. I see myself very healthy and kicking. But in faith, I see my death. ഞാൻ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പം എങ്ങനെയാ മറ്റുള്ളവർക്ക് മനസ്സിലായത്? അപ്പോൾ കർത്താവ് മരിച്ചു എന്ന് മനസ്സിലായി. നമ്മൾ അവന്റെ കൂടെ മരിച്ചു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? When someone pierces us with some spear, നമുക്കത് പ്രശ്നമല്ലെങ്കിൽ നമ്മൾ മരിച്ചു. നമുക്ക് പ്രശ്നമാണെങ്കിൽ നമ്മൾ മരിച്ചിട്ടില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളെ കുത്താൻ നിങ്ങളുടെ വീട്ടിലും നാട്ടിലൊക്കെ കാണും, സഭയിലൊക്കെ കാണും. കുത്തുകൊള്ളുമ്പം ആരുടെ എന്നെ കുത്തുന്നെന്ന് ചോദിക്കുവാണെങ്കിൽ you didn't die. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് puts a stop to sinning and gives us that new life, newness of life. ക്രിസ്തുവിന്റെ പുതിയ ജീവൻ നമ്മളിലേക്ക് gives us life. അവന്റെ ജീവൻ നമ്മൾ പഴയതിനോട് മരിക്കുമ്പോൾ പുതിയതിനോട് ജീവിക്കും. ഇൻ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഓരോ സമയത്തും വിശ്വാസം നമ്മളിൽ ജീവനായാണ് മാറുന്നത്, ക്രിസ്തുവിന്റെ ജീവനായിട്ടാണ് മാറുന്നത്. അതാണ് അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി കോമൺ ഫെയ്ത്ത്, നമ്മൾ നാട്ടിൽ കാണുന്ന സാധാരണ വിശ്വാസം എന്താണത്? അതിതാണ്, ഇന്ന കൽപ്പനകൾ അനുസരിച്ചാൽ അല്ലെ മോക്ഷം തരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. That's there in every religion. You please the deity and the deity will bless you. That's there in all religions. Religion നിയന്ത്രിക്കപ്പെടുന്നത് തന്നെ ഈ ഭയം എന്ന സാധനം വെച്ചാണ്. If you don't please the deity, if you anger the deity, നിങ്ങൾ ആരാധനാ മൂർത്തിയെ വേദനിപ്പിച്ചാൽ, അപമാനിച്ചാൽ, അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ അവൻ ശിക്ഷിക്കും. അല്ലെങ്കിൽ ആരാധനാമൂർത്തിയെ നിങ്ങൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാഴ്ചപ്പാട് എല്ലാ മതങ്ങളിലും ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല. പുതിയ നിയമം അങ്ങനെയല്ല. പുതിയ നിയമം എന്ന് പറയുന്ന ദൈവം നമുക്ക് ഇങ്ങോട്ട് അൺകണ്ടീഷണലായി തരുന്ന ബ്ലെസ്സിങ്സ് ആണ്. സാൽവേഷൻ ഈസ് ആൻ അൺകണ്ടീഷണൽ ഓഫർ. നമ്മുടെ പ്രവർത്തികളാലല്ല, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. I was speaking to you about obedience. Why is it impossible for us to obey perfectly? നമ്മൾ കമാൻഡ്മെന്റ്സ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ പറ്റും, ഫെയ്ത്തിൽ അനുസരിക്കാൻ പറ്റും. പക്ഷെ ഓരോ കമാൻഡ്മെന്റ്, if you are picking it out, you cannot obey it. I shall explain why it is like that. You pick one commandment from the New Testament. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കൽപ്പന നിങ്ങൾ എടുത്തു നോക്കി. Pick one. Can you obey? Can you obey one single commandment except baptism? That's a ceremonial command. ഈ ബാപ്റ്റിസം, സ്നാനം എന്നുള്ള ഒരൊറ്റ കൽപ്പന അല്ലാതെ വേറെ കർത്താവ് പറഞ്ഞ ഏതെങ്കിലും ഒരു കൽപ്പന, ക്യാൻ യു പിക്ക് വൺ ഇൻഡിവിജ്വലി ആൻഡ് ഒബേ? ലൈക്ക് നിങ്ങളുടെ വലത് കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇഫ് യുവർ ഐ കോസസ് യു ടു stumble, pluck it out and throw it away. Obey. Anyone? I tried many years back. In 2007 ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എന്റെ കണ്ണില്ലാതെ പോകാൻ എത്ര നല്ലതാണ് ഞാൻ ആലോചിച്ചു. കാരണം കണ്ണിലൂടെ ഒത്തിരി പാപങ്ങൾ വരുന്നുണ്ട്. നോട്ടം, എല്ലാ നോട്ടങ്ങളും, നമ്മളൊരു വിലയേറിയ വസ്തുവിനെ ആഗ്രഹിക്കുന്ന ഉൾപ്പെടെ കണ്ണിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം, could be dress or could be a house, could be a car, whatever, എല്ലാം ഇടർച്ചയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഇതങ്ങ് അടഞ്ഞു പോയായിരുന്നെങ്കിൽ പിന്നെ നമുക്കൊന്നും അറിയണ്ട,
No, we sit somewhere, praise God, and be happy, sing songs. ഓ, പറയാൻ എന്ത് എളുപ്പമെന്നറിയോ? In 2 days, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണിന് ഭയങ്കര പെയിനും കണ്ണിൽ കൂടെ വെള്ളം വരാൻ. ഇങ്ങനെ പറഞ്ഞപ്പോ ഉടനെ സംഭവിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് ഗ്ലൂക്കോമയാണ്, കണ്ണിന്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ്. This happened in 2007. അപ്പൊ ഭയങ്കര ഭയം തോന്നി. കണ്ണ് പ്ലക്ക് ചെയ്യണമെന്നൊക്കെ 2 ദിവസം മുമ്പ് വിചാരിച്ചാണ്. പക്ഷെ റിയൽ പ്ലക്കിങ്ങിനുള്ള ആയുധം വന്നു കഴിഞ്ഞപ്പം പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ കർത്താവെ, എന്റെ കണ്ണ് എനിക്ക് വേണം, ഞാൻ ഇടർച്ച വരാതെ നോക്കിക്കോളാം, തീരുമാനം എടുത്തിരിക്കുക. എവിടെ? ഞാൻ 13 വർഷമായിട്ടും ഒന്നും സംഭവിച്ചില്ല. I am still seeing well. I can see all of you without any problem. I'm not even using specs. പക്ഷെ ഭയം നമുക്ക് സാധിക്കും. ഉദാഹരണം, അനദർ എക്സാമ്പിൾ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ, അത്താഴം മുത്താഴം നടക്കുമ്പോൾ വഴിയിരിക്കുന്ന കുരുടരെയും മുറുന്നരെയും കുഷ്ഠരോഗികളെയും വിളിക്കും. Obeyed? Anyone? അടുത്തത്, നിങ്ങളുടെ പുതപ്പൊരുത്തിനെടുത്താൽ ഉടുപ്പും കൂടെ. ദാറ്റ്സ് ഫെയർലി ഈസി അല്ലെ? ഇന്ന് ഇഷ്ടം പോലെ ക്ലോത്ത്സ് ഉണ്ടാവും. അന്നത്തെ കാലത്ത് അങ്ങനല്ല. അന്നൊക്കെ ഓരോന്നുള്ളൂ. ഓരോന്നുള്ളൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ എടുത്തുകൊണ്ട് പോകാൻ നോക്കുകയാണ്. സപ്പോസ് someone is speaking your mobile phone, you call him and say, hey brother, this is the charger, you take this charger also. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Or have you ever said to someone who is trying to steal your bike, hey brother, stop, ഇതാ എന്റെ ഒറിജിനൽ കീ, തല്ലി പൊളിക്കണ്ട, എന്നാ എടുത്തോണ്ട് പോക്കോ, ഇതാ പേപ്പർ എല്ലാം അതിനകത്തുണ്ട്, കൊടുക്കോ? Have you ever done that? പിന്നെ ഒന്നും പറയേണ്ട, കർത്താവ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയാണ്, നിങ്ങൾക്കുള്ളതെല്ലാം വീട്ടിൽ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ ഗമിക്കുക. How many of you have done that? You pick these commandments, pick any one of them. You cannot. എന്തുകൊണ്ടാ അത് പറ്റാത്തത്? നമ്മള് ഇപ്പൊ ആകെ അനുസരിക്കുന്ന കുറച്ച് കമാൻഡ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ഷേവ് ചെയ്ത മുഖം, വെള്ള വസ്ത്രം, പിന്നെ 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 ആഭരണമില്ലാത്ത ലുക്ക്, ഇതെല്ലാം നമ്മൾ അനുസരിച്ചു. അതിന്റെ പേരിൽ കർത്താവിനോട് എന്തോരും ബാർഗൈനിങ്. ഞങ്ങൾ അനുസരിച്ചതല്ലേ കർത്താവ്, വിടുവിക്ക് കർത്താവ്, ഞങ്ങൾക്ക് അത് ബാർഗൈനിങ് നിൽക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് വല്ലതും ഒന്ന് അനുസരിച്ചായിരുന്നെങ്കിൽ നമ്മൾ മഹാ അഹങ്കാരികളായി പോയി. സോ വാട്ട് ഹാപ്പൻസ്? ദൈവം നിയമത്തെ തരുമ്പോ, God gave the law to us as a child keeper, a child trainer. Okay, and what did he do? What did the law do? Law നമ്മളെ കൺവിക്ട് ചെയ്ത് പാപിയാണെന്ന് എഴുതി ബോധ്യപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, കർത്താവിന്റെ അടുത്തേക്ക് ഓടിക്കോളാ, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് തള്ളി വിടുന്ന ഒരു ശിശുപാലകൻ. ഓരോ സമയത്ത് ലോ നമ്മളെ നിർബന്ധിക്കുന്ന, ശിശുപാലകനെ പോലെ നിർബന്ധിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് എത്തി, പൊക്കോ, ഇവിടെ രക്ഷയില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് എന്നെ പാപബോധമുണ്ടാക്കി എന്നെ രക്ഷകന്റെ അടുത്തേക്ക് തള്ളിവിടുന്ന ഒരു, അത് ഓരോ സെക്കൻഡിലും that happens. That's why Paul says, by the works of the law no flesh shall be justified in the presence of the Lord. കാരണം law like a mango, a ripened tasty mango. നിയമം, ദൈവത്തിന്റെ നിയമം, ന്യായപ്രമാണം ഒരു മാങ്ങാപ്പഴം പോലെയാണ്. Suppose I am giving you a mango now. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു മാങ്ങ തരികയാണ്. ഇപ്പൊ നമുക്ക് ഇനി 20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെ അരമണിക്കൂറിലുണ്ടെന്ന് വെച്ച് ക്ലാസ്. I am giving you a mango and I give you a commandment also. Finish this off by 7:30. How will be that commandment? അതെങ്ങനെ ഉണ്ടായിരിക്കും കൽപ്പന? വളരെ രസമായിരിക്കും അല്ലെ? എല്ലാവർക്കും ഒരു മാങ്ങാപ്പഴം തന്നിട്ട് അരമണിക്കൂറിൽ തരും, ഇങ്ങനത്തെ കൽപ്പനയാണ് വളരെ രസമായിരിക്കും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയാം? 7:30 ആകുമ്പോൾ കൽപ്പന അനുസരിച്ചവരെല്ലാം, those who have obeyed the commandment can raise their hand. എല്ലാവരും കൈ വെക്കും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? ഈ മാങ്ങാണ്ടി, the seed will be there in your hand. What was the commandment? Finish this off. Did you do it? No. നിങ്ങൾ എന്താ ചിന്തിച്ചത്? You thought
This man is asking, do whatever is possible. പറ്റുന്നിടത്തോളം എന്നാണ് കൽപ്പന നമ്മൾ വിചാരിച്ചത്. പക്ഷെ കൽപ്പന റിയലി എന്തായിരുന്നു? ഫിനിഷ് ദിസ് ഓൾ. അപ്പൊ കർത്താവ് വന്നിട്ട് പറയാണ്, ഞാൻ ഓൾഡ് ടെസ്റ്റാമെന്റ് നിയമത്തെ നീക്കാൻ വന്നതല്ല. I did not come to remove that law. പക്ഷെ എന്തിനു വന്നതാ? To complete it. കാരണം seed is remaining. The hard part. പൂർത്തിയാക്കാൻ വന്നതാ. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? In the New Testament, he removed the flesh and put the seed to us. എന്നിട്ട് പറഞ്ഞു, obey. തകർന്നില്ലേ? ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. Love one another just as I have loved you. This is the only commandment that Jesus gave in one way. This summarizes all other commandments. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കമാൻഡ്മെന്റ്. പക്ഷെ ഞാൻ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചവരെയാണ് സ്നേഹിക്കുന്നത്. അതെങ്ങനെയാന്ന് കർത്താവ് തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. This is John chapter 15 verses 12 and 13. 12 Jesus says, you love one another just as I have loved. And verse 13 how Jesus loved. എങ്ങനെയാ? Greater love has no man than this, that a man lay down his life for his friends. തന്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധികമുള്ള സ്നേഹം ആർക്കും? സ്റ്റാൻഡേർഡും വെച്ചു. നിങ്ങൾ അയൽവക്കാരെ സ്നേഹിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ ഉണ്ടോ? എത്ര പെർസെന്റ്? കർത്താവ് സ്നേഹിച്ച പോലെ മരണം വരെ? അതോ അയാൾ 500 രൂപ മേടിച്ചിട്ട് കടം തിരിച്ചു തരാത്തവരെ? വാട്ട്സ് അവർ ഒബീഡിയൻസ്? അതോ അയാൾ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വേസ്റ്റ് ഇടുന്നവരെയോ? അതോ അയാൾ നമ്മുടെ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ? അതോ അയാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പരദൂഷണം അതിനടുത്ത വീട്ടിൽ പറയുന്നത് വരെയോ? What's our limit and what's the commandment? Human beings are limited. അതുകൊണ്ടാണ് to produce, manufacture an obedience in us. നമ്മളിലൊരു അനുസരണം ഉളവാക്കാൻ വേണ്ടി നമ്മളെ വിശുദ്ധീകരിക്കേണ്ടി വരുന്നത്, ആത്മാവിന്റെ വിശുദ്ധീകരണം തരേണ്ടി വരുന്നത്, അതിവിശുദ്ധമായ വിശ്വാസത്തിലേക്ക് നമ്മൾ നടത്തേണ്ടി വരും. That's the reason. We are incapable of obedience in our natural flesh. അത് എത്ര വിശുദ്ധനാന്ന് പറഞ്ഞാലും if you're picking up individual commandments, you will fail. അതനുസരിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, പിതാവ് അയച്ച ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക. Believe in him. We'll come back to Peter. 2 Peter. നമുക്കിത് അവസാനിപ്പിക്കണമല്ലോ. 2 Peter chapter 1. നമ്മൾ കണ്ടത് to those who have obtained a faith of equal standing with ours by the righteousness of our God and Savior Jesus Christ. കർത്താവ് യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. ഇനി അതിന്റെ രണ്ടാം വാക്യം നമ്മൾ വിടുക. അത് വിടാനുള്ള വാക്യമൊന്നും അല്ല, ഭയങ്കര ഡീപ്പായിട്ടുള്ള വാക്യമാണ്. പക്ഷെ അതെല്ലായിടത്തും കോമൺ ആയിട്ട് എഴുതുന്ന ഒരു വാക്യമാണ്. കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്ന വാക്യം. നമ്മൾ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ഇത് മലയാളത്തിൽ വായിക്കും. and English have some difference there. In Malayalam it says, അവന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ എന്നാണ്. മഹത്വത്താലും വീര്യത്താലും, by his glory and by his excellence. എന്നാൽ ഇംഗ്ലീഷില് നേരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്, which is more correct in the meaning. അവിടെ പറയുന്നത് മഹത്വത്താലും വീര്യത്താലും വിളിച്ചു എന്നല്ല, മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിച്ചു. ഓക്കെ, ഞാൻ വായിക്കാം ഇംഗ്ലീഷിലേക്ക്. ഡിവൈൻ പവർ ഹാസ് ഗ്രാൻഡഡ് to us all things that pertain to life and godliness through the knowledge of him who called us to his own glory and excellence. English Standard Version. ഇനി നമ്മൾ കിങ് ജെയിംസ് വേർഷൻ എടുത്താലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ ഗ്ലോറി ആൻഡ് വെർച്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് വെർച്യൂ is translated as excellence in the new translation. We know one thing, that the Lord is omnipotent. He is omnipresent. He is omnipotent. He is omniscient. He is omnipotent. He is omniscient. He is omnipresent. He is omnipotent. He is omniscient. 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 He is omnipotent.
We are called with a heavenly calling. നമുക്കൊരു വലിയ വിളിയാണ് ഉള്ളത്. ആ വിളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തേജസ്സോടെ വസിക്കുന്ന, നശിച്ചു പോകുന്ന, പുല്ലിലെ പൂ പോലെ വാടിപ്പോകുന്ന ഈ ലോകത്തിന്റെ ഗ്ലോറിയല്ല, യേശു ക്രിസ്തുവിന്റെ ഗ്ലോറി. We are called to glory. മാത്രമല്ല, to his excellence, perfect life. We are called to it. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിനകത്തൊരു വലിയ പ്രതിസന്ധിയുണ്ട്. നമ്മുടെ കഴിവിനൊക്കെ അപ്പുറത്തുള്ളൊരു വില ചെയ്ത്, കാരണം വിളിച്ചവൻ തന്നെ നടത്തിയെങ്കിൽ നമ്മളോട് എത്തും. We need a savior every moment, not just when he is calling us. Every moment. കാരണം he has to take us there. അപ്പോ ഈ വാക്യം, suppose one child from your family wants to become an IAS officer in India. ഒരു IAS കാരനാകാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിച്ചോ. ഡോക്ടർ ആകാൻ ആഗ്രഹിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആകാം, പൈസ കൊടുത്താൽ അഡ്മിഷൻ കിട്ടും, പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. ബട്ട് IAS കാരനാവാൻ പൈസ കൊടുത്താലും ആവാൻ പറ്റില്ല. അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ടാൽ ഒത്തിരി റിസോഴ്സസ് ആവശ്യമാണ്. നീഡ് സോ മച്ച് റിസോഴ്സസ്. ഹി നീഡ്സ് ആക്സസ് ആൻഡ് ഗുഡ് ഗൈഡ്സ്, ഓക്കെ, ആൻഡ് ഗുഡ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്, കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ഇതെല്ലാം വേണം. ഒത്തിരി റിസോഴ്സസ് വേണം. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ IAS കാരനാവാൻ ട്രൈ ചെയ്യാണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് he is not getting any resource. He is forgetting things. മറന്നു പോകുന്നു. No one is there to help him. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ അവന്റെ ഹോപ്പ് അങ്ങ് പോകും. അവന് റിസോഴ്സസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അവന് ബുദ്ധി നല്ല ഷാർപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ there are people around him to help him. He is getting good books and exposure and training. What will happen? അവന്റെ ഹോപ്പ് വർദ്ധിക്കും. ഈ ഹോപ്പ് വർദ്ധിക്കുവാൻ നമുക്കൊരു ഡെയിലി പ്രൊവിഷൻ ആവശ്യമാണ്. നമ്മൾ ക്രിസ്തുവിന്റെ എക്സലൻസിലേക്കും ഗ്ലോറിയിലേക്കും പോകുമ്പോൾ അത് വലിയൊരു വിളിയാ. IAS പോലൊന്നുമല്ല, ഭയങ്കര ഹൈ കോളിംഗ് ആണ്, ഹെവൻലി കോളിംഗ്. അങ്ങനെ ഒരു കോളിംഗിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ആ ഹോപ്പ് നിലനിന്ന് പോകണമെങ്കിൽ നമുക്ക് ഡെയിലി ആയിട്ടുള്ള റിസോഴ്സസ്, ഓരോ ദിവസവും നമുക്ക് ലഭിക്കേണ്ട ആ നന്മകൾ മാത്രമേ നമുക്ക് ആ പ്രത്യാശയിൽ ഉറക്കാൻ കഴിയുള്ളൂ. അല്ലെ പതുക്കെ പതുക്കെ നമ്മുടെ പ്രത്യാശ വറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊവിഷൻസ് ദൈവം നൽകുന്നത് നോക്കി. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന ജീവനും ഭക്തിക്കും, ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ഈ വാക്ക് ഞാൻ ആദ്യം ആലോചിച്ചത് ജീവൻ, ജീവിക്കാനുള്ള കഞ്ഞിയും പയറും, അല്ലെങ്കിൽ ഫുഡ്, ക്ലോത്ത്സ്, ബേസിക് നെസസിറ്റീസ്, പ്ലസ് ഭക്തിക്കുള്ളത്. ഭക്തിക്കുള്ള പൈസ എന്തോ അത് ചർച്ചിൽ പോകാനുള്ള വണ്ടിക്കൂലി, സ്വോത്രകാശ് ഇടാനുള്ള പൈസ, ദശാംശം, ഇതൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ആദ്യം. ജീവനും ഭക്തി, അല്ലെങ്കിൽ പിറുപിറുക്കാതെ ജീവിക്കാനുള്ള പണം, ഭക്തിയോടെ ജീവിക്കാനുള്ള പണം, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ മനസ്സിലായത് അതല്ല, ഈ സംഭവമേ അതല്ല. ഒന്നും കൂടെ വായിച്ചു നോക്കിയേ, എവിടെ നിന്നാ ശക്തി വരുന്നത്? എന്താ ഈ ശക്തി? ഹിസ് ഡിവൈൻ പവർ has granted to us all things that pertain to life and godliness through the knowledge of him. അതാണ് അവന്റെ പരിജ്ഞാനത്തിലൂടെയാണ് ഈ ധനം വരുന്നത്. അപ്പൊ എന്ത് ധനമായിരിക്കും അത്? നമ്മൾ ചിലപ്പോൾ പറയലേ, ഓ മൈ ഗോഡ്, ഐ cannot love that man. Oh, how horrible. I can't forgive him. കേട്ടിട്ടുണ്ടോ? എനിക്ക് അവനെ ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരോടാണ് വചനം പറയുന്നത്, നിനക്ക് എത്ര റിസോഴ്സ് വേണമെങ്കിലും ഉണ്ട് യേശുവിനെ പോലെ ജീവിക്കാൻ, ഒന്നും കുറഞ്ഞിരിക്കും. കാരണം വിളി അങ്ങനെയാണ്. Calling is life. To live an excellent life in Christ, what do you need? Love, plenty of it. Forgiveness, plenty of it. Spiritual blessings, every blessing. അപ്പൊ യേശുക്രിസ്തു ജീവിച്ച എക്സലൻസിൽ ജീവിക്കാൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓരോ ദിവസവും വേണ്ട റിസോഴ്സും ദൈവം തന്നിട്ടുണ്ട്. Calling is high, resources are supplied endlessly. വിളി ഉന്നതമായതുകൊണ്ട് അതിന് വേണ്ട പ്രൊവിഷൻസ് കൃത്യമായിട്ട് കർത്താവ് തരുന്നുണ്ട്.
അത് ആത്മാവിന്റെ ശക്തിയാൽ വരുന്നതാണ്, ദൈവത്തിന്റെ ശക്തിയാൽ വരുന്നതാണ്, യേശുക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള വെളിപ്പാടിനാൽ വരുന്നതാണ്. അങ്ങനെ നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ക്യാരക്ടറിൽ നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ നോട്ട് ചെയ്യുമ്പോൾ, we understand that our character is being sanctified, നമുക്ക് ഉറപ്പ് കൂടും കർത്താവിന്റെ വരവിനുള്ള. കാരണം ഐ നോ ഗോഡ് ഈസ് സപ്ലൈയിങ്. എന്ത് സപ്ലൈ ചെയ്യുന്ന? നിങ്ങൾ പണത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, അതിന് സ്വർഗത്തിൽ പോകാനുള്ളവർക്ക് മാത്രമല്ല ദൈവം ഇത് കൊടുക്കുന്നത്. അതൊക്കെ കോമൺ ബ്ലെസ്സിങ്സ്. നീതിമാന്റെ മേലും നീതി കെട്ടവന്റെ മേലും ഒരുപോലെ ദൈവം കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് സ്വർഗത്തെ കുറിച്ചുള്ള ഒരു അഷുറൻസും തരുന്നില്ല. പക്ഷെ ക്രിസ്തുവിന്റെ ക്യാരക്ടറിന്റെ പങ്കാളിത്തം നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും we receive great promises from the Lord. അടുത്ത വാക്യം പറയുന്നത് അങ്ങനെയാണ്, by which he has granted to us his precious and very great promises. ഇവയാൽ നാം അവനാൽ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു. ഗ്രേറ്റ് പ്രോമിസസ്. എന്തിനായി പ്രോമിസസ്? ആ പ്രോമിസസ് നമുക്ക് നിത്യ രാജ്യത്തെ കുറിച്ചുള്ള, തേജസ്സിനെ കുറിച്ചുള്ള, യേശുവിന്റെ തേജസ്സിനെ കുറിച്ചുള്ള, അവന്റെ എക്സലൻസിനെ കുറിച്ചുള്ള ആ പ്രോമിസസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ടോടാൻ നമുക്ക് പറ്റൂ. അതാണ് പ്രത്യേകമായ പരാമർശം. ഓക്കെ, ഈ ലോകത്തിന്റെ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ട് ഓടും പറ്റണമെങ്കിൽ we need to have precious and very great promises. നമ്മൾ ലോകത്ത് പണിത് കൂട്ടുന്നതും ഉണ്ടാക്കി കൂട്ടുന്നതും നിർത്തണമെങ്കിൽ എന്ത് വേണം? ഇതിനേക്കാളൊക്കെ മഹത്തായ ഒരു വാഗ്ദത്തം നമുക്ക് വേണം. ആ വാഗ്ദത്തം കൊണ്ടാണ് നമ്മൾ ലോകത്തിന്റെ മോഹത്താൽ ഉണ്ടാകുന്ന കറപ്ഷൻ. അവിടെ എഴുതിയിരിക്കുന്നത് by very great promises, so that through them, through these promises, ഈ വാഗ്ദത്തങ്ങളാൽ നാം ലോകത്തിന്റെ മോഹം വിട്ടൊഴിഞ്ഞ്, having escaped from the corruption that's in the world because of sinful desire. പാപമോഹം ഈ ലോകത്തിലുണ്ടാകുന്ന നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം. ഇതിനാണ് നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സാങ്ക്ടിഫിക്കേഷൻ ഇസ് bestowal of Christ nature into us. അവന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർത്തുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നത്? അത് ആത്മാവിന്റെ ശക്തിയാലാണ് സംഭവിക്കുന്നത്, വാഗ്ദത്തങ്ങളാലാണ് സംഭവിക്കുന്നത്. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന പ്രൊവിഷൻസിനാലാണ് സംഭവിക്കുന്നത്. അവൻ നമ്മുടെ കൂടെയുള്ള നടപ്പിനാലാണ് സംഭവിക്കുന്നത്. അവൻ നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് our earthly conduct of good and on the base of good and bad, but sanctification is getting Christ's character. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അല്ല വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ അത് ചെയ്യരുത്, വിശുദ്ധന്മാർക്ക് അത് അങ്ങനെയല്ല. It's not from the do's and don'ts that we get sanctified. We are getting sanctified by the Spirit. നമ്മൾ അത് ചെയ്തോ ഇത് ചെയ്തില്ല അതുകൊണ്ടല്ല നമ്മൾ വിശുദ്ധരാകുന്നത്. കള്ളു കുടിക്കാതിരുന്നല്ല നമ്മൾ വിശുദ്ധരാകുന്നത്. കള്ളു കുടിക്കാത്തവരെല്ലാം വിശുദ്ധരാണോ? അല്ല. കള്ളു കുടിക്കുന്നവൻ വിശുദ്ധനല്ല, സംബന്ധിച്ചു. പക്ഷെ കള്ളു കുടിക്കാതിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ. Sanctification is not abstaining from something. Sanctification is getting the character of Christ. ആ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നേച്ചർ, അവന്റെ സ്വഭാവം, അത് നമുക്ക് ലഭിക്കാൻ ആത്മാവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. So only the Spirit can sanctify us. അടുത്ത വാക്യം പറയും സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ് എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിക്കും. പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. ഫോർ ദിസ് വെരി റീസൺ, ഈ കാരണം കൊണ്ട്, എന്ത് കാരണം കൊണ്ടാ? നമുക്ക് വലിയ പ്രോമിസ് ഉണ്ട്. യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് കിട്ടുന്നതാണ് ആ പ്രോമിസ്. അവന്റെ മഹത്വം നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മേക്ക് എവറി എഫേർട്ട് ടു സപ്ലിമെന്റ് യുവർ ഫെയ്ത്ത് വിത്ത് വെർച്യൂ, വെർച്യൂ വിത്ത് നോളജ്, നോളജ് വിത്ത് സെൽഫ് കൺട്രോൾ, സെൽഫ് കൺട്രോൾ വിത്ത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് വിത്ത് ഗോഡ്ലിനെസ്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഇൻ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, വിശുദ്ധീകരണത്തിലുള്ള വളർച്ച. ഇതിന് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ.
സഹോദര പ്രീതി എന്ന് പറയുന്ന കാര്യം വരെയുള്ളതെല്ലാം പലർക്കും ലഭിക്കാം, എഫേർട്ടിനാൽ ലഭിക്കാം. എന്നാൽ സ്നേഹം, അഗപ്പെ, അത് ആത്മാവിനാൽ മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ ഒരാൾ ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിന് എവിഡൻസ് എന്ന് പറയുന്നത് അവനിലൂടെ വരുന്ന അഗപ്പയാണ്. അത് യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഇറ്റ്സ് വെരി റെയർ ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പൊ ഈ സ്നേഹം നമ്മളിൽ കാണുമ്പോൾ, അൺകണ്ടീഷണൽ ലവ് നമ്മളിൽ കാണുമ്പോൾ നമുക്ക് അറിയാം, നമുക്കതിന് വലിയ ഉറപ്പാണ്. ആ സ്നേഹമാണ് നമ്മുടെ ഉറപ്പ്. അത് സ്നേഹിതരെ സ്നേഹിക്കുന്നതല്ല, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം, അഗപ്പെ, അത് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ ക്യാരക്ടർ എനിക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഗിവ്സ് മീ ആൻ അഷുറൻസ്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനം അവസാനം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് യൂദായുടെ ലേഖനമാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ സ്നേഹമാണ്. അപ്പൊ ഇത് വളർന്നു വളർന്നു വരും ആ വിശദീകരണം. ആ ഒരു ഓർഡർ അങ്ങനെയാണ്. യൂദായുടെ ലേഖനത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മെ അവസാനത്തെ വാക്യം പറയുന്നത്, അവന്റെ സന്നിധിയിൽ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് തേജസ്സോടെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവന്. അപ്പൊ ഹി വിൽ ഡു ഇറ്റ് എന്നാ. ഇതെല്ലാം വിശദീകരണം മുഴുവൻ ദൈവം നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അവന്റെ പുത്രന്റെ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരാകാൻ വേണ്ടി ദൈവം ആത്മാവിലൂടെ നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ പറയുന്നതെല്ലാം. അടുത്ത വാക്യം പറയുന്നത്, ഫോർ ഇഫ് ദീസ് ക്വാളിറ്റീസ് ആർ യുവേഴ്സ് ആൻഡ് ഇൻക്രീസിങ്, ഇതിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ, അപ്പൊ ജെന്യുവിൻ ഫെയ്ത്ത് ആണെങ്കിൽ മാത്രമേ ഈ സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. ആ സാങ്ക്ടിഫിക്കേഷന്റെ പ്രോസസ്സാണ് നമ്മളിത് കാണുന്നത്. ഈ ക്യാരക്ടർ എല്ലാം ആഡ് ചെയ്യപ്പെടുന്ന വിശുദ്ധീകരണം. യേശുവിന്റെ സ്വഭാവം അത്. യേശുവിന് ഭയങ്കര സെൽഫ് കൺട്രോൾ ആയിരുന്നു, ഭയങ്കര ഭക്തിയായിരുന്നു പിതാവിനോട്. ഇതെല്ലാം കർത്താവിന്റെ ക്യാരക്ടറാണ്. അതിന്റെ പല ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് പലയിടത്തും കാണാൻ പറ്റുമെങ്കിലും ആത്മാവ് നമുക്ക് തരുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. അതിൽ സ്നേഹവും കൂടെ വരുമ്പോഴാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറുന്നതെന്നാണ്. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരായി മാറുകയില്ല. For if these qualities are yours and are increasing, they keep you from being ineffective and unfruitful in knowledge of our Lord Jesus Christ. 10ാം വാക്യം, 9ാം വാക്യം. For whoever lacks these, ഇതില്ലാത്തവൻ, അതായത് ഫെയ്ത്ത് ഉണ്ടെന്ന് പറയുകയും എന്നാൽ വിശുദ്ധീകരണം നടക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവൻ, എന്താണ് അവന്റെ പ്രത്യേകത? Whoever lacks these qualities is so nearsighted. So nearsighted എന്ന് പറഞ്ഞത് അർത്ഥം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ദൂരോട്ടുള്ള കാണാൻ പറ്റുന്നില്ല. That he is blind. അപ്പൊ അന്ധതയാകുന്നവരെ അടുത്തുള്ളത് കാണുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഇന്ന് വിശ്വാസ ലോകത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം മുഴുവൻ ഞങ്ങളെ നടത്തിയ ദൈവം. കേൾക്കാറുണ്ടോ? Do you hear this? Oh, the Lord has kept us all through the last week. കേട്ടിട്ടുണ്ടോ? കുഴപ്പം എന്താണെന്നറിയോ? പുറകോട്ട് നോക്കി, പക്ഷെ ഒരാഴ്ച വരെ കണ്ടുള്ളൂ. ചിലർ പറയും കഴിഞ്ഞ ഒരു വർഷക്കാലം, for the last 1 year, that we do usually on December 31st. ഒരു വർഷക്കാലം മുഴുവൻ ഞങ്ങളെ കാത്ത ദൈവം. ശരിയാണ്, പിന്നെ വേറെ ചില ആൾക്കാർ കുറച്ചുകൂടെ നന്ദി ഓർത്ത് പറയും, ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. മീൻസ് ഞങ്ങൾ ജനിച്ചപ്പോ തൊട്ട് ഒരു ബോധവും ഇല്ലാതെ പൈസ ഇല്ലാതെ വളർന്ന എന്നെ ഇത്ര എത്തിച്ച് മാനിച്ച് ദേശത്ത് നിർത്തിയ ദൈവത്തിന് കൊള്ളാം, നല്ല കാഴ്ചയാണ്, പക്ഷെ ക്രിസ്തുദൃഷ്ടിയാണ്. എങ്ങനെ അറിയാം ദിസ് ഇസ് ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് എങ്ങനെ അറിയാം? ബിക്കോസ് അവർക്ക് പറയാൻ പറ്റാത്തത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിനെ ഓർക്കുന്നില്ല, അത് വിട്ടുപോയി. നിങ്ങൾ വർഷിപ്പ് ലീഡേഴ്സിനെ ശ്രദ്ധിച്ചു നോക്കി, ഷോർട്ട് സൈറ്റഡ്. They speak only about they never speak about what happened 2000 years back when Christ died for me. My sin was removed. We should actually be thankful for that. And that shall be our greatest point in Thanksgiving. But we miss it because we become short-sighted. അതായിരിക്കണം നമ്മൾ സ്തോത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ മരിക്കേണ്ടടുത്ത് ദൈവം തന്നെ ഇറങ്ങി വന്ന് അവന്റെ പുത്രൻ തന്നെ മരിച്ചു. അവന്റെ മരണത്തിലൂടെ എന്റെ മരണത്തിന് പരിഹാരം വരുത്തി. അവൻ ആ വേദന സഹിച്ച് എന്നെ രക്ഷിച്ചു. എനിക്കിനി നരകത്തിൽ പോകണ്ട, മരിക്കണ്ട. അതാണ് എന്റെ ഏറ്റവും വലിയ വിക്ടറി. അത് ഓർക്കുന്നില്ല. അത് ആലോചിച്ചു. We don't remember it. We all the time say, last week God kept me, Lord. But what about He's sending His Son and dying for us? Him dying for us. മറന്നുപോയി. ഇവിടെ എഴുതിയിട്ടുള്ളത്, having forgotten that He was cleansed from His former sins. He forgot that. ആ സംഭവം God kept me last week, kept me last night. Oh, എന്റെ പ്രിയ സഹോദരങ്ങളെ, what do you mean kept you?
If you died, you would go to heaven. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അതിലും വലിയ അപകടവും നിങ്ങൾക്ക് വരാനില്ലല്ലോ. മരിച്ച എങ്ങോട്ട് പോകും? സ്വർഗത്തിലോട്ട് പോകും. അതിനാണ് ഈ പേടിക്കുന്നത്. You're afraid of going to heaven. Some people pray every week like this. Oh Lord, when so many died last week, you kept me from coming to you. കർത്താവേ, നിന്റെ അടുക്കിലേക്ക് വരാതെ എന്നെ ഇവിടെ തന്നെ ഇരുത്തിനായിട്ട് സ്തോത്രം. ഷോർട്ട് സൈറ്റഡ്, നിയർ സൈറ്റഡ്, സോ നിയർ സൈറ്റഡ്. അപ്പൊ നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയില്ല. നമ്മൾ വളരെ അടുത്ത കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവം, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നടത്തിയ ദൈവം, ഇത്രത്തോളം നടത്തിയ ദൈവം. പക്ഷെ 2000 വർഷങ്ങൾക്കും എനിക്ക് വേണ്ടി മരിച്ച കർത്താവ് forgot. അത് ഓർക്കുന്നില്ല. ഉണ്ട്, ബ്രെയിനകത്തുണ്ട്, പക്ഷെ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ്. എനിക്ക് അതിനൊരു നന്ദി തോന്നുന്നില്ല. എനിക്ക് നന്ദി തോന്നുന്നു എനിക്കൊരു വണ്ടി തന്നതിനെ. സോ നിയർ സൈറ്റഡ്. ഇനി മുമ്പോട്ട് നോക്കിയാലോ? കൊറോണ എന്ന് മാറും, അത് നമുക്ക് അറിഞ്ഞാൽ മതി. കർത്താവ് എന്ന് വരുന്നുള്ളതൊക്കെ പോയി, അതൊക്കെ പണ്ടായിരുന്നു. So nearsighted. We are not seeing eternity, not looking there. So faith gets ineffective. വിശ്വാസത്തോടെ ഒന്നും വർദ്ധിക്കുന്നില്ല. വിശ്വാസത്തോടെ എന്താ വർദ്ധിക്കുന്നറിയോ? വീട്, കാറ്, രോഗസൗഖ്യം, ഇതൊക്കെ വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഈ നിത്യതയിലേക്കുള്ള ധനം ഉണ്ടല്ലോ, ക്രിസ്തുവിന്റെ ധനം, അത് വർദ്ധിക്കുന്നില്ല. വീര്യം, ഇന്ദ്രിയജയം, അങ്ങോട്ടുള്ള യാത്ര ഇല്ല. Because the faith has gone on a wrong track. അടുത്ത വാക്യം പറയാണ്, therefore brothers, be all the more diligent to confirm your calling and election. നിങ്ങളുടെ വിളി എങ്ങോട്ടാന്നുള്ളതും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ ലോകത്ത് എന്താ സുഖിച്ച് സന്തോഷിച്ച് സ്തോത്രം പറഞ്ഞ് എല്ലാം ഞായറാഴ്ച സ്തോത്രം പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി അല്ല നിങ്ങളെ വിളിച്ചേക്കുന്നത്. നിങ്ങൾ ഇവിടെ ഒരു കുഷൻ ഇട്ട് നല്ലൊരു ബെഡ് ഇട്ട് ഇവിടെ ഇരുത്താൻ വേണ്ടി അല്ല. God did not call you to some glory that would perish. God has called you into a divine glory and excellence. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള വിളി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ യാത്ര എങ്ങോട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നിങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വീണുപോകില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. Never fall. കാരണം നമ്മുടെ വിളിയും തെരഞ്ഞെടുക്കും. വാട്ട്സ് മൈ കോൾ, വാട്ട്സ് മൈ എലക്ഷൻ, അത് ഞാൻ ഉറപ്പുവരുത്തിയാൽ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല അതിന് 11ാം വാക്യം പറയുന്നത്, for in this way there will be richly provided for you an entrance into the eternal kingdom of our Lord and Savior Jesus Christ. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം യേശു ക്രിസ്തുവിന്റെ നിത്യമായ രാജ്യത്തിലേക്ക് നാം ധാരാളമായി പ്രവേശിക്കുന്നു. ധാരാളമായി പ്രവേശിക്കുന്നത് എങ്ങനെയാ? Suppose I come to your home, I knock at your door, you allow me inside, I sit there on the chair and you give me some cool drinks or something and drink and I go. This is my freedom with you. എനിക്ക് അങ്ങനെ വരാൻ പറ്റുള്ളൂ. അത് റിച്ച് എൻട്രൻസ് അല്ല, ഒരു കഷ്ടിച്ചുള്ള എൻട്രൻസ് ആണ്. കാരണം 1/2 മണിക്കൂർ കൂടുതൽ ഇരുന്നാൽ ഈ ഹൗസ് ഓണർ അല്ല അവിടുത്തെ സഹോദരൻ വിചാരിക്കുന്നതിനേക്കാൾ 1/2 മണിക്കൂർ കൂടുതൽ ഞാൻ ഇരുന്നാൽ തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ ട്രബിൾഡ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് എ റിച്ച് എൻട്രൻസ്, ഇറ്റ്സ് എ വെരി കൺസ്ട്രിക്റ്റഡ് എൻട്രൻസ്. എന്നാൽ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ധാരാളമായി പ്രവേശിക്കുന്ന ആരാ ധാരാളമായി പ്രവേശിക്കുന്നത്? ധാരാളമായി പ്രവേശിക്കുന്നത് നമ്മുടെ മക്കളാ. നമ്മുടെ മക്കൾ എങ്ങനെയാ പ്രവേശിക്കുന്നത്? ഇടിച്ച് കയറുകയല്ലേ വീട്ടിലേക്ക്. ചിലപ്പോൾ വിൻഡോയ്ക്ക് അകത്തോടെ കയറിന്ന് വരും അവര്, അല്ലെ? They don't knock, they don't ask permission. Papa, can I come inside? Do you ask like that your father when you come home from school? No. അവരെങ്ങനെയെങ്കിലും അകത്ത് കയറും. കാരണം they know it is their home. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാ, വീട് എന്റെയാ. അവിടെ ഒരു ഹെസിറ്റേഷനും ഇല്ല, മറിച്ച് നിൽക്കേണ്ട, ഐ വിൽ ബി ദേർ. ആ അഷുറൻസ് ആണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് ഇറ്റ്സെൽഫ് ഈസ് ആൻ അഷുറൻസ് ഓഫ് അവർ ഹോപ്പ്. അത് റിയൽ ഫെയ്ത്ത് ആണെങ്കിൽ ദാറ്റ് വിൽ മൾട്ടിപ്ലൈ ഇൻടു എക്സലൻസ്. മേ ഗോഡ് ബ്ലെസ് us all. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വിലയേറിയ നാമത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ കർത്താവെ, അപ്പോസ്തലന്മാരുടെ എഴുത്തുകൾ കർത്താവെ അവരെന്ത് നോക്കി നടന്നു, ആ ഫെയ്ത്ത് ഞങ്ങളും അനുഭവിക്കുവാൻ, ആ മരണത്തോട് പങ്കാളികളായി പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ച് ദൈവത്തിന്റെ നീതിയിലേക്ക് വിശുദ്ധിയിലേക്ക് എത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യണം. അങ്ങയുടെ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.